ഹലോ. സോറി ഗായത്രി, നിന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ചതിന്, ബുദ്ധിയില്ലാതെ പെരുമാറിയതിന് എല്ലാത്തിനും സോറി. അല്ലെങ്കിൽ നിന്നെപ്പോലെ വലിയ സ്വപ്നങ്ങളുള്ള ഒരാൾക്ക് എന്നെപ്പോലെ ചെറിയ സ്വപ്നങ്ങളുള്ള ഒരാൾ ചേരൂല. അതുകൊണ്ട് നീ വീട്ടോട്ട് വരുമ്പോൾ നിന്നെ ശല്യം ചെയ്യാത്തവരെന്നെയാവും നീ കാണാൻ പോണം. പക്ഷെ ചെറിയൊരു വിഷമം എന്തെന്ന് വെച്ചാ എനിക്ക് നിന്നെ കാണാൻ പറ്റൂല. ലാർജ് ഇൻഡസ്ട്രിയിലാണ്, അത് 3 ഇഞ്ച് ഡീപ്പായിട്ട്. ഉഴയ്ക്കോ പിഴയ്ക്കോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നീ വേഗം കൊണ്ട് കയറ്റാൻ നോക്ക്. ഇതാണ് ക്ലോറോഫോം. ഇത് കുറെ എടുത്ത് മൂക്കി പൊത്തിയ ആള് തീർന്നു പോവും, ചാവും. ഹേ, ഹലോ. കയ്യപ്പത്തൊന്നും കാണിക്കരുത്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല. നല്ല ഫ്രഷ് ഡയലോഗ്. നീ ഇത് എഴുതി വെച്ച് വായിക്കണതാണോ? അല്ല, ഓരോരോ കീഴ്വഴക്കങ്ങളാവുമ്പോ. നീ എങ്ങനെ അറിഞ്ഞ ഞാൻ ചാവാൻ പോണെന്നുള്ള കാര്യം? നിന്റെ ഗായത്രി തന്നെ പറഞ്ഞു, അല്ലാതെ ഞാൻ എങ്ങനെ അറിയാം? അവക്കെന്തോ അങ്ങനെ ഒരു വൈബ് അടിച്ചു, നിന്നെ നോക്കിക്കൊള്ളാനും പറഞ്ഞു. അപ്പൊ നീ ശരിക്കും ചാവാൻ നിൽക്കായിരുന്നാ? അതെ. അളിയാ, നിന്റെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്നുണ്ടെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാവും. നീ ചാവരുത്. ചാവരുത്. അളിയാ, നിന്റെ സാമളിനാണ് പറയണത്. ചാവരുത്. ചാവെന്ന് പറഞ്ഞ ഞാൻ ചാവും. എന്നാ പോയി ചാവുമായിരി. അപ്പൊ ഞാൻ ചാവണേല് നിനക്ക് ഒരു വിഷമവും ഇല്ല അളിയാ? ഇല്ല. അളിയന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം. അപ്പൊ പിന്നെ നീ പോയി ചത്തോ. പിന്നെ അളിയാ, എനിക്ക് നിന്നെ അവസാനമായിട്ടൊന്ന് കാണണമെന്നുണ്ട്. ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോണ വഴിയാണ്. അപ്പൊ ഞാൻ നിന്റെ ജംഗ്ഷനിലോട്ട് വരുന്നു, നീയും അങ്ങോട്ട് വരുന്നു. നമ്മൾ തമ്മിൽ കണ്ടതിന് ശേഷം നീ പോയി ചാവുന്നു. അയ്യാ, അനാക്കൊണ്ടര വായിലോട്ടെ അവലോസ് പൊട്ടിയിടാൻ നോക്കല്ലേ നീ? നീ എന്തോന്നാ വിചാരിക്കണേ? നീ വന്ന് ഉപദേശിച്ച് കഴിഞ്ഞാൽ ഞാൻ ചാവുന്നുള്ള തീരുമാനം മാറ്റുന്ന? അതെ. നീയല്ല, നിന്റെ അച്ഛൻ വിചാരിച്ചാ. പിന്നെ വാടാ നീ. എന്ത് പേടിയാ നിനക്ക്? പേടിയാ എനിക്കാ? പിടുക്ക പറക്കണില്ലെങ്കിൽ വാടാ നീ. വാ. വരണ്ട. വിജയശേ കരയില്ലേ? നമുക്ക് എന്തുണ്ടെങ്കിലും സെറ്റാക്കാം, പേടിക്കാതെ. വിജയശേ, എന്തോന്ന്? ഒന്ന് കരയാൻ പോലും സംഭവിക്കില്ലടാ. അയ്യോ, എന്റെ പൊന്നേ. വിജയശേ, ഒരു പെണ്ണിന് വേണ്ടി നീ ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. മോശം ആലോചിച്ചോക്ക്. വിജയശേ കരയില്ലേ? മുഖത്തോട്ടൊക്കെ കാലെടുത്ത് വോട്ട് ചെയ്യും. ഗതി പിടിച്ചു പോണെങ്കിൽ രാഹുലേട്ട നോട്ട് ചെയ്യൂ. വായോ 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 വോട്ട് തായോ 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 തായോ. രാഹുലേട്ടൻ എനിക്ക് അറിഞ്ഞൂടെ. ഇത് കേൾക്കണില്ല. നീ ചാവണ നല്ലത്. കുറച്ചിട്ട് മെഴുകൊക്കെ കൂടെ ഇരിക്കാം. വാ, എങ്ങോട്ടെങ്കിലും മാറി നിന്ന് സംസാരിക്കാം. എന്നാ നമുക്ക് എങ്ങനെ തോന്നിയിട സാമേ? എന്റെ പൊന്നേ. അപ്പൊ അതാണ് കാര്യം. അളിയൻ ധോണിയാവാൻ ശ്രമിച്ച്, പക്ഷെ ആയത് ഹാർദിക് പാണ്ഡ്യ. അതായത് അളിയൻ വീട്ടിലെ ക്യാപ്റ്റൻസി ഒക്കെ വിട്ട് വലിയ പണിയെടുക്കാതെ ഒരു നാക്കിന് ജീവിക്കാനുള്ള ഒരു പ്ലാൻ ഇട്ട്, ധോണിയെ പോലെ. പക്ഷെ ജോലി വിട്ടു വന്ന അളിയന് ജീറ്റ് വിട്ടു വന്ന പാണ്ഡ്യയുടെ അവസ്ഥയായി. ഉള്ള അപമാനവും അവഗണനയും. എനിക്ക് അങ്ങനെയൊന്നും തോന്നല്ല. അപ്പൊ അപമാനം ഒന്നും കിട്ടില്ലെന്നാണോ നീ പറയുന്നത്? അതല്ല, ധോണി പണിയെടുക്കണില്ലാന്ന് പറഞ്ഞില്ലേ? ധോണി ഇപ്പൊ പണ്ടത്തെക്കാളും പവറല്ലേ? തൊട്ടാ 6. അതാണല്ലോ ഇവിടത്തെ വിഷയം. എടാ, ആനയെന്ന് പറയുമ്പോ ചേനയെന്ന് പറയണ ആ ജിൻഡോയുടെ സ്വഭാവമാണ്. ഏത് ജിൻഡോ? നീ വല്ലവനെ വെച്ച് കളിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ മര്യാദയ്ക്ക് പോയി ചാവുമായിരുന്നല്ലോ. എടാ, നീ ഗബ്രിയെ പോലെ ഇമോഷണലി ഒരാളുടെ ഡിപ്പെൻഡന്റ് ആവല്ലേ അളിയാ? അത് നിനക്ക് നല്ലതിനല്ല. പുറത്തോട്ടൊക്കെ ഒരു ലോകമുണ്ട്, അത് കാണ്. ജിൻഡോ, ഗബ്രി, ഇതൊക്കെ ആരടാ? മോനെ, ഇതൊക്കെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് ആണ് മോനെ, അറിഞ്ഞൂടാ?
വല്ലപ്പോഴും റീൽസിൽ കട്ട്സ് വരുമ്പോൾ കാണുന്നല്ലാതെ എനിക്ക് അറിഞ്ഞൂടെ ഇവരെ കാര്യം. പക്ഷെ ഞാൻ ഇനി സ്ഥിരം കാണും. നിങ്ങൾക്ക് കാണാലോ, നിങ്ങൾ സ്നേഹമുള്ള കപ്പിൾസ്, അണ്ടർസ്റ്റാൻഡിങ് കപ്പിൾസ്, കെയറിങ് കപ്പിൾസ്. പക്ഷെ എന്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. നീ വിചാരിക്കും പോലെ നല്ല കാര്യങ്ങൾ. ആ ബിഗ് ബോസ് തുടങ്ങിയ പിന്നെ നീനയുടെ സ്വഭാവം വേറെ എന്തൊക്കെയാ പോലെയാണ്. നിനക്കറിയാം, ഒരു ദിവസം നീന ബിഗ് ബോസ് കണ്ടോണ്ടിരുന്നപ്പോ ഞാനൊന്ന് IPL വെച്ചൊന്ന് ചോദിച്ചു. അതിനവള് പറയാ മിണ്ടാതിരുന്നോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ പവർ ബലി ഞാൻ അടിച്ചു പൊട്ടിക്കും. അളിയ എനിക്കങ്ങോട്ട് കലിച്ചു കയറിട്ട് ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു. പതുക്കെ സംസാരിക്കണോ, വെറുതെ ബഹളം വെച്ച് അയൽവക്കക്കാർക്ക് കണ്ടനുണ്ടാക്കി കൊടുക്കാതെ. ശരി, ക്ഷമിച്ചു. എന്നിട്ട് എന്നത്തെ പോലെ രാത്രി ഞാൻ അവളുടെ അടുത്ത് എന്ന് കിടന്നു. എന്നിട്ടൊരു നയത്തിൽ ഞാൻ അവളെ ഒന്ന് കെട്ടിപ്പിടിച്ചതും. വൺ ഹാൻഡ് ഡിസ്റ്റൻസ്. നിലപാടില്ലാത്തവർക്ക് ഈ കളി പറ്റില്ല മോനെ. അതിന് കളിയും നിലപാടും തമ്മിൽ എന്തിനാണ് ബന്ധപ്പെടുത്തണേ? എനിക്കാണെങ്കിൽ അങ്ങ് സങ്കടം വന്ന് കരഞ്ഞു പോയല്ലേ. അപ്പോഴും അവള് പറയാ തുടങ്ങിയാൽ ഇമോഷണൽ സ്ട്രാറ്റജി. എപ്പോ നോക്കിയാലും ഇമോഷണൽ സ്ട്രാറ്റജി. ഇതാണളിയ എന്റെ അവസ്ഥ. എന്തായാലും എന്റെ അത്ര വരില്ലല്ലോ. നിന്റെ അടുത്ത് സംസാരിച്ച സമയം പോയി അറിഞ്ഞില്ല. ഞാൻ പോണം, എനിക്ക് ചാവുള്ളതാണ്. വിജേഷേ, 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 എന്റെ പുറകേന്ന് വല്ല വന്ന ഞാനിത് ഇപ്പഴും എടുത്തങ്ങ് കുടിക്കും. അളിയ ഗുഡ് ബൈ മച്ചാ, ഐ വിൽ മിസ് യു. വിജയ് ചേട്ടാ, വിജയ് ചേട്ടാ, പേടിപ്പിച്ചു കൊല്ലോ താൻ. ആക്ച്വലി നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി കയറിയതല്ല. പിന്നെ എന്റെ പഴയ ബാഗിനകത്തിരിക്കുന്ന വാടക ചീട്ടില്ലേ, അത് അവിടെ തന്നെ ഉണ്ടോ നോക്കാൻ വേണ്ടി കയറിയതാണ്. ഇൻ കേസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നാ അതെടുത്ത് കൊടുത്താലല്ലേ നമുക്ക് അഡ്വാൻസ് ഒക്കെ തിരിച്ചു തരുള്ളൂ. ഇക്ക എന്നിട്ട് കിട്ടിയാ? സേഫ് അവിടെ തന്നെ ഉണ്ട്. ഇയാള് ചാവോന്നൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു വൻ ഷോ ഇറക്കിയതല്ലേ. പോടുന്ന് ചത്തേനെ. പക്ഷെ സാമു വന്നോണ്ട്. ഓ, വന്നിരുന്ന വന്നു. വന്നിട്ട് ഗുഡ് ബൈ മച്ചാ, ഐ വിൽ മിസ് യു. ഓടാ പോ. സ്വന്തം കൂട്ടുകാരൻ മരിക്കാൻ തീരുമാനിക്കുമ്പോൾ അവനെ പിന്തിരിപ്പിക്കാനും അവനെ ഇമോഷണലി ഹെൽപ്പ് ചെയ്യാനും കഴിവില്ലാത്ത കിഴങ്ങ് കൂട്ടുകാരനായിട്ട് ബാക്കിയുള്ള ജീവിതം ഞാൻ എങ്ങനെ ജീവിക്കുന്നുള്ളതിനെ കുറിച്ച് നിനക്കൊരു കൺസേണും ഇല്ലെങ്കിൽ നീ പോയി ചാവ്. നിനക്ക് സിനിമ ഡയലോഗായിട്ട് തോന്നും, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരം അല്ല അളിയ. അവന്റെ മുന്നിൽ എന്റെ വാശി തോറ്റുപോയി കാര്യം. അറിഞ്ഞോ, ശ്രീധരേട്ടനെ ഒരാള് കത്തി കൊണ്ട് കുത്തി. എന്നിട്ട് എങ്ങനെ ഉണ്ടായിപ്പോ? സർജറിക്ക് കയറ്റിയെന്നാ പറഞ്ഞത്. എന്താ അവസ്ഥ എന്ന് അറിഞ്ഞൂടാ. ആരാ കുത്തിയെന്നൊരു തെളിവുമില്ല. ഓ ശരി, നീ എന്തായാലും ക്ഷീണിച്ചു വന്നില്ലേ, ഞാൻ പോയി ചായ എടുക്കാം. കമലാസ, ഞാനൊന്ന് കണ്ടുപിടിക്കൂലെന്ന് കരുതി അല്ലേ? Yeah.